empowering women in Christ. ഹല്ലേലൂയ. ഷെക്കന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷല പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഹാഗാറിനെ കുറിച്ചായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഇസ്മായിലിന്റെ അമ്മയായ സാറായിയുടെ ദാസിയായ ഹാഗാറിനെ കുറിച്ച്. കർത്താവിനെ കണ്ടുമുട്ടിയ ഹാഗാറിനെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ അനുഗ്രഹങ്ങളുടെ വഴികൾക്ക് നേരെ കണ്ണടച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ഹാഗാറിനെയും നമ്മൾ കണ്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നടന്നു പോകേണ്ട വഴികളെല്ലാം കർത്താവ് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് നേരെ പുറംതിരിഞ്ഞിരിക്കാതെ കണ്ണുകൾ തുറക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറണമെന്ന് ഹാഗാറിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. 119 സങ്കീർത്തനം 18 തിരുവാക്യത്തിൽ ദാവീദ് രാജാവിന്റെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരമാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്: അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ദാവീദ് രാജാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ പ്രമാണങ്ങളുടെ ആ സവിശേഷത, അതിൻ്റെ ആ വൈശിഷ്ട്യം മനസ്സിലാക്കുവാൻ, അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളെ കാണുവാൻ, അത് തിരിച്ചറിയുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് കർത്താവിനോട് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. കർത്താവ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവരായി മാറാതെ, അതെല്ലാം തിരിച്ചറിയുന്നവരായി, അതെല്ലാം കണ്ണു തുറന്ന് കാണുന്നവരായി, അതിൽ വിശ്വസിച്ചുകൊണ്ട്, ആ നടത്തിപ്പിൽ, ആ നയിപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതങ്ങളെ ക്രമീകരിക്കുന്നവരായി മാറുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിനെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിന്റെ വചനങ്ങളെ കൃത്യതയോടെ ഗ്രഹിക്കുവാൻ, അതിനനുസരിച്ച് ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനുള്ള വലിയ കൃപ അത് നമുക്ക് പ്രാർത്ഥിച്ചെടുക്കാം. നമുക്ക് ഒരുമിച്ച് ഏക മനസ്സോടെ നമ്മുടെ കർത്താവിനെ, നമ്മുടെ രാജാവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരാധന, ആരാധന. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധന. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധന ഈശോയെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധന. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധന ഈശോയെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ഹല്ലേലൂയ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധന ഈശോയെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ഹല്ലേലൂയ. ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തിയോടെ കർത്താവേ, പൂർണ്ണ മനസ്സോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായവനെ, സ്തുതികളിൽ വസിക്കുന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ സർവമറന്ന് നിൻ സന്നിധിയിൽ ബോധമോടെന്നും. ഹല്ലേലൂയ. നമ്മെ സർവമറന്ന് നിൻ സന്നിധിയിൽ ധ്യാനത്തോടെന്നും. ഈശോയെ, ആരാധന. നമ്മെ സർവമറന്ന് നിൻ സന്നിധിയിൽ
സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു കർത്താവേ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തിന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ഈശോയേ ആരാധന. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു കർത്താവേ. ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഒന്നു ചേർന്ന് ഏക മനസ്സോടെ സ്തുതികളിൽ വസിക്കുന്നവനായ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ വഴികളെ, വിധങ്ങളെ കണ്ടുകൊണ്ട്, കണ്ണു തുറന്ന് കണ്ട് അതിൽ ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നവ കണ്ണു തുറന്ന് കാണുവാനുള്ള ആ ഒരു കൃപ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യോസേപ്പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതിന് ഒരിക്കലും സംശയിക്കാതെ പൂർണ്ണമായ ഉറപ്പോടെ യോസേപ്പിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കുവാൻ യോസേപ്പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളാൽ പിടിക്കപ്പെട്ട ആ ഒരു സ്ത്രീയെക്കുറിച്ച്. ആ ഒരു സ്ത്രീയെക്കുറിച്ച് കർത്താവ് പരിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചപ്പോൾ എന്തൊക്കെയാണ് വ്യക്തിപരമായിട്ട് നാം ഓരോരുത്തരോടും അതിലൂടെ കർത്താവ് സംസാരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമുക്ക് സുവിശേഷത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളിലാണ് ഈ ഒരു സ്ത്രീയെ പറ്റി നമ്മൾ കാണുന്നത്. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. അവിടെ 8-ാം അധ്യായത്തിൽ 2-ാം തിരുവാക്യം. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. ഇവിടെ കർത്താവ് അതിരാവിലെ തന്നെ ദേവാലയത്തിലേക്ക് വരികയാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെ കർത്താവിനെ കേൾക്കുവാനായിട്ട് അവിടെയുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് 3-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ഇവിടെ ആ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിന്റെ അടുക്കലേക്ക് നിയമജ്ഞരും ഫരിസേയരും എല്ലാം ചേർന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്ത്രീ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യോട് പിടിക്കപ്പെട്ടവളാണ്. മറ്റൊരു തെളിവിന്റെയും ആവശ്യം അവിടെയില്ല. അവൾ പാപിയാണ്. എന്നാൽ അവിടേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ട്, നിയമജ്ഞരുണ്ട്, ഫരിസേയരുണ്ട്. അങ്ങനെ കർത്താവുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വചനം കേൾക്കാൻ വന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. ഇവരുടെ ഒക്കെ നടുവിലേക്കാണ് ഇവൾ വലിച്ചിഴക്കപ്പെടുന്നത്. വളരെ അപമാനകരമായ രീതിയിൽ ആ ഒരു സിറ്റുവേഷനിൽ അവൾ അവിടെ ആയിരിക്കുകയാണ്. എന്നാൽ അവളെ അവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം. ഫരിസേയരും നിയമജ്ഞരും എല്ലാം കർത്താവിനെ പരീക്ഷിക്കുവാനാണ്, കർത്താവിനെ കുടുക്കിലാക്കുവാനാണ് അവളെ ആ സമയത്ത് കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് 6-ാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. തിരുവചനം എന്താ പറയുന്നത്? ഇത്
അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, ഇവളെ എന്താണ് ചെയ്യേണ്ടത്? നിയമത്തിൽ കല്ലെറിയാനാ പറയുന്നത്, എന്നാൽ ഇവളെ എന്ത് ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത് എന്ന് ഈ ജനാവലിയുടെ ഇടയിൽ നിന്നുകൊണ്ട് ആ ഫരിസേയരും നിയമജ്ഞരും എല്ലാം കർത്താവിനോട് ചോദിക്കുകയാ. കർത്താവിന് വ്യക്തമായിട്ട് അറിയാം ഇത് തന്നെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ തന്നെ ട്രാപ്പിലാക്കാനുള്ള പണിയാണെന്ന്. എന്നാൽ ഇവിടെ കർത്താവ് എന്താ ചെയ്തതെന്നാണ് നമ്മൾ നോക്കുവാനായി പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സാഹചര്യത്തെ നമ്മളൊന്ന് മനസ്സിൽ കണ്ടാൽ തന്നെ ആ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീ, ചുറ്റും ഇത്രയും ആൾക്കാര്, നമ്മൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ തന്നെ ഇതുപോലൊരു സാഹചര്യം വന്നാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഭയങ്കര ഹീറ്റഡ് ഡിസ്കഷൻ എന്നൊക്കെ പറയാൻ പറ്റും. എല്ലാവരും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, ആ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നു, ഓരോരുത്തരും അവനവൻ്റെതായ രീതിയിൽ വിധികൾ പ്രസ്താവിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. ഭയങ്കര ഒരു ഡിസ്കഷൻ ആ ഒരു സമൂഹത്തിൽ ഉണ്ടാകും. ഉറപ്പായിട്ടും നമുക്കത് ഭാവന കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിയമത്തെ വിശദീകരിക്കുന്നു, ആ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നു. നമ്മുടെ കർത്താവ് അവിടെ എന്താ ചെയ്തേ? എന്താ തിരുവചനം പറയുന്നേ? 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കർത്താവ് ഇവരാരുടെയും കൂടെ ചേരുന്നില്ല. ഒരു വാക്ക് പോലും കർത്താവ് പറയുന്നില്ല. ആരോടും പക്ഷം ചേരുന്നില്ല. എന്താണ് സാഹചര്യം എന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചറിയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കർത്താവ് അവിടെ നിലത്ത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആരോടും കൂട്ടുചേരാതെ, ആവശ്യമില്ലാത്ത ഡിസ്കഷനിലേക്ക് പോകാതെ, മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചറിയാതെ കർത്താവ് അവരിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഇവിടെ കർത്താവ് നാം ഓരോരുത്തർക്കും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എടുക്കേണ്ട എളുപ്പമല്ലാത്ത ഒരു നിലപാടാണ് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പുറത്തിരുന്ന് ഡിസ്കസ് ചെയ്ത് കുറ്റപ്പെടുത്തി ആ ഒരു കൾച്ചറിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഒട്ടും എളുപ്പമല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിഞ്ഞ് നമുക്ക് അതുകൊണ്ട് ഒന്നും നേടാനില്ല. കർത്താവ് പലപ്പോഴും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വ്യർത്ഥമായി പറയുന്ന നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന കണക്കിനെ കുറിച്ച്. വ്യർത്ഥമായി പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കൃത്യം തിരുവചനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു വചനത്തിന്റെ ആ ഒരു പ്രാധാന്യം എത്ര മാത്രമെന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഇവിടെ കർത്താവ് നമുക്ക് എന്താ കാണിച്ചു തന്നെ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ ശ്ലീഹായിലൂടെയും കർത്താവ് ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. 1-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? എന്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവേൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. നമ്മളെല്ലാം എടുത്തു ചാടി കുറെ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത് അതിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ടാകണം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിലെല്ലാം നമ്മൾ തലയിടാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറഞ്ഞു തരുന്നത്? അവനിൽ വസിക്കുന്നെന്നു പറയുന്നവൻ, കർത്താവിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നടന്ന അതേ വഴിയിലൂടെയാണ് കർത്താവിൽ വസിക്കുന്നെന്ന് പറയുന്ന ഓരോരുത്തരും നടക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴേ കർത്താവിന്റെ വചനം പാലിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയുള്ളൂ. നമുക്ക് ഈ സംഭവത്തിലേക്ക് തിരികെ വരാം. അങ്ങനെ കർത്താവ് അതിൽ നിന്നെല്ലാം മാറി എന്തൊക്കെയോ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാ. 7-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ ആദ്യ ഭാഗം, 7-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ തിരുവചനം പറയുന്നത്? അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവർ ഒരു തവണ ചോദിച്ചതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നില്ല. കർത്താവ് തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് നിവർന്ന് ഒറ്റ വാക്യമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൻ
ആദ്യം അവളെ കല്ലെറിയട്ടെ. കർത്താവ് ഈ പറഞ്ഞ വാക്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. പരസ്പരം വിധികൾ പറയുന്നതിൽ മുൻപിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ആ ഒരു സ്വഭാവം നമ്മളിലുണ്ട്. എന്നാൽ കർത്താവ് നമ്മോട് എന്താ പറയുന്നത്? നിങ്ങളിൽ ഇതുപോലെ തെറ്റ് ചെയ്യാത്തവൻ ആദ്യം വിധി പറഞ്ഞോളാനാ കർത്താവ് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെ ആദ്യം നോക്കാനാ കർത്താവ് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ ഒരു ആഹ്വാനം നാം ഓരോരുത്തരും വളരെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ കുറ്റപ്പെടുത്തലുകളും ഓരോ വിധികളും മറ്റുള്ളവരെ വിധിക്കുന്നതെല്ലാം ആദ്യം തന്നെ എന്നിലേക്ക് ചൂണ്ടിയിട്ട് വേണം അത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ട്. നിങ്ങളിൽ അതില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ അവകാശമുള്ളൂ. നിങ്ങളിൽ പാപം ചെയ്യാത്ത ഒരാള് അവനായിരിക്കട്ടെ ആദ്യം കല്ലെറിയുന്നത് എന്നാ കർത്താവ് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ പ്രവർത്തിച്ച ആ ഒരു ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ വൈശിഷ്ട്യമാ ഈ ഒരു തിരുവാക്യം നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ പഴി പറയുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 7-ാം അധ്യായം 3 മുതലുള്ള തിരുവാക്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇച്ചിരി കൂടി വിശദീകരിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരടെടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും? ഇവിടെ കർത്താവ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവത്തെയാ ഇവിടെ കർത്താവ് നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. നമ്മുടെ കണ്ണിൽ തന്നെ വലിയ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ, അതായത് നമ്മിൽ തന്നെ എത്രയോ വലുതായിട്ട് ആ സ്വഭാവങ്ങൾ ഉള്ളപ്പോൾ മറ്റൊരാളുടെ, നമ്മൾ കാണുന്ന ഒരാളുടെ കണ്ണിൽ ചെറിയൊരു കരടെടുത്ത് കളയാൻ മുതിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെയാ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വയം വിലയിരുത്തണം. നമ്മുടെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ, നമ്മൾ ആ കാര്യത്തിൽ, ആ ഒരു തെറ്റിൽ ഒത്തിരിയേറെ മുമ്പിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക? തുടർന്ന് ആ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് എന്താ വീണ്ടും പറയുന്നത്? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച ലഭിക്കും. നാം ഓരോരുത്തരും എന്താ ചെയ്യേണ്ടതെന്നാ കർത്താവ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുൻപ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നമ്മിലെ കുറവുകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അത് മാറ്റിയ ശേഷം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് നമ്മിൽ അതുണ്ടാകാൻ പാടില്ലെന്നാ തിരുവചനം പറയുന്നത്. വ്യക്തമായിട്ട് കർത്താവ് തന്നെ നേരിട്ട് തന്നൊരു പ്രബോധനമായത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ ഈ തിരുവചനത്തെ ശ്രദ്ധിക്കണം, ആ തിരുവചനത്തെ സ്വീകരിക്കണം. അതേ അധ്യായത്തിൽ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ 2-ാം തിരുവാക്യത്തിൽ വീണ്ടും കർത്താവിന്റെ ഒരു ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ ഏത് രീതിയിലാണോ മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്, അതേ അളവിൽ തന്നെ, അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളും വിധിക്കപ്പെടുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ഭയാനകമായ ഒരു റെവലേഷനായത്. നമ്മൾ വിധിക്കുന്നത് പോലെ തന്നെ നമ്മളും വിധിക്കപ്പെടും. അപ്പോൾ നമ്മുടെ വിധിയെ നമുക്ക് തന്നെ ഒരു പരിധി വരെ നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്രകാരമാണോ മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റുള്ളവരെ അളന്നു നോക്കുന്നത്, അതേപോലെ ആയിരിക്കും നമുക്കും അളന്നു കിട്ടുന്നതെന്ന് ഇവിടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാ. ഇവിടെ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴാണ് കർത്താവ് ഈ ഒരു കാര്യം, ഈ ഒരു ചിന്ത ആ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തത്. നമുക്ക് ആ സുവിശേഷ ഭാഗത്തേക്ക് തിരിച്ചു വരാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 9-ാം തിരുവാക്യം. എന്നാൽ ഇത് കേട്ടപ്പോൾ, ഈ ഒരു സെന്റൻസ്, ഈ ഒരു വാചകം കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ,
മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. കർത്താവിന്റെ ഈ ഒരു ചോദ്യം ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരിൽ ഓരോരുത്തരിലും അത് സ്വയം വിലയിരുത്തലിന്റെ ഒരു സംഭവമായി മാറുകയാ. അവരെല്ലാവരും സ്വയം ചിന്തിക്കുകയാ, ഇവളെ കല്ലെറിയാൻ പാകത്തിന് ഞാൻ യോഗ്യനാണോ എന്ന്, എന്നിൽ പാപമില്ലേ എന്ന്. സ്വയം നീതിമാന്മാരെന്ന് വിചാരിച്ചിരുന്ന, കണ്ടുകൊണ്ട് നടന്നിരുന്ന അവരെല്ലാവരും ഓരോരുത്തരായി, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിടുകയാ. പ്രിയമുള്ളവരെ, നമുക്കും ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാം. കർത്താവിന്റെ ഈ ചോദ്യം നമ്മുടെയും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവ് നാം ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ, നിങ്ങളിൽ കുറ്റമില്ലാത്തവർ മറ്റുള്ളവരെ കുറ്റം പറയട്ടെ, മറ്റുള്ളവരെ വിധിക്കട്ടെ. നമ്മുടെ വിധിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാ ഇന്ന് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ സുവിശേഷത്തിൽ തന്നെ 10-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തിരുവചനം എന്താ പറയുന്നത്? യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? കർത്താവ് ആ സ്ത്രീയോട് ആദ്യമായിട്ടാ നേരിട്ട് സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിലല്ല, എല്ലാവരും പോയി. ഈശോയും അവളും മാത്രമായപ്പോൾ കർത്താവ് അവളോട് സംസാരിക്കുകയാ. തുടർന്ന് 11-ാം വാക്യം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും തരുന്ന ഒരു മുന്നറിയിപ്പാണ്. 11-ാം തിരുവാക്യം. അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അവള് വിധിച്ചില്ല. വളരെയേറെ തെറ്റിൽ പിടിക്കപ്പെട്ടവളായിരുന്നു. സമൂഹത്തിന്റെ മുൻപിൽ കുറ്റക്കാരിയായിരുന്നു. ശിക്ഷയ്ക്ക് അർഹതയുള്ളവളായിരുന്നു. കർത്താവ് അവളോട് കാരുണ്യം കാണിക്കുകയാണ്. അവൾക്ക് പാപങ്ങൾ ക്ഷമിച്ചു നൽകുകയാണ്. എന്നാൽ അത് ഒരു ലൈസൻസ് ആയിട്ട് മാറ്റാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ഉടനെ തന്നെ കർത്താവ് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നീ പോയിക്കൊള്ളുക, നിന്നെ ഞാനും വിധിക്കുന്നില്ല, പക്ഷേ ഇനിമേൽ പാപം ചെയ്യരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. എന്നാൽ അത് പാപത്തിൽ തുടരാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ നാം ഓരോരുത്തരോടും പറയുന്ന കാര്യമാണ്, ഇനിമേൽ പാപം ചെയ്യരുതെന്ന്. ഇതേ സംഭവം തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. ആ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി പിന്നീട് അവനെ കാണുമ്പോൾ കർത്താവ് എന്താ അവനോട് പറയുന്നേ? യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം തിരുവാക്യം. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. കർത്താവിൽ നിന്ന് കാരുണ്യം പ്രാപിച്ചവർ, കർത്താവിന്റെ പാപക്ഷമ സ്വീകരിച്ചവർ, എന്താ കർത്താവ് ഓരോരുത്തരോടും പറയുന്നേ? കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ നീ പാപം ചെയ്യരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വലിയ നോമ്പിന്റെ എല്ലാം കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, വീണ്ടും നമ്മൾ പുതിയ ജീവിതത്തിന്റെ ആ ഒരു റുട്ടീൻ ലൈഫിലേക്ക് കടന്നു വന്നു. എന്നാൽ കർത്താവ് എന്താ പിന്നെയും നമ്മളോട് പറയുന്നത്? കൂടുതൽ മോശമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു, കർത്താവിന്റെ കരുണ അനുഭവിച്ചു. എന്നാൽ അത് നമുക്ക് തോന്നിയതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ലൈസൻസ് അല്ല. കർത്താവിന്റെ കരുണയെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. പ്രിയമുള്ളവരെ, നമ്മൾ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്താ പറയുന്നേ? നിങ്ങൾ കരുണ സ്വീകരിച്ചവരാണ്, എന്നാൽ കൂടുതൽ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ നിങ്ങൾ പാപം ചെയ്യരുതെന്ന തിരുവചനം പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം നമുക്ക് ആഹ്വാനം നൽകുകയാണ്. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഇവിടെ കർത്താവ് പാപത്തിൽ മുന്നേറുന്ന ഓരോരുത്തർക്കും, പാപത്തിൽ വിട്ടുപോകാതെ പാപത്തിനോട് പറ്റിച്ചേർന്ന് അതിൽ സുഖം കണ്ടെത്തുന്നവരോട് കർത്താവ് നൽകുന്ന വളരെ കർശനമായ ഒരു താക്കീതാണിത്.
പാപത്തിൽ കഴിയുന്നവർ, പാപത്തെ ആശ്ലേഷിച്ച് മുന്നോട്ട് പോകുന്നവർ കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, കർത്താവിലാണെന്ന് അവന് പറയാൻ അവകാശമില്ലെന്ന തിരുവചനം പറയുന്നത്. ഇവിടെ പാപിനിയായ സ്ത്രീ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും അതുപോലെ തളർവാദ രോഗിയോടുമെല്ലാം അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, തങ്ങളുടെ പാപത്തിൽ നിന്ന് അവർ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞ അതേ കാര്യം നാം ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പാപത്തിൽ വസിക്കുന്നവൻ ഒരിക്കലും കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന തിരുവചനം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയിലൂടെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ ആഹ്വാനങ്ങളെ നമുക്ക് സ്വന്തമാക്കാം. പ്രിയമുള്ളവരെ, ഡിസ്കഷൻസ്, ആവശ്യമില്ലാത്ത വ്യർത്ഥമായ വാക്കുകൾ പറയുന്നതിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ മാറ്റി നിർത്താം. മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. നമ്മളിൽ കുറവുകൾ ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ, മറ്റുള്ളവരെ പഴിചാരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു അനുവാദമേ കർത്താവ് നൽകിയിട്ടുള്ളൂ. കൂടുതൽ പാപാവസ്ഥയിലേക്ക് കടന്നു പോകാതെ നമ്മെ തന്നെ നമുക്ക് സൂക്ഷിക്കാം. ആ ഒരു കൃപയ്ക്കായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഒരു സ്ത്രീയിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് അടിയറവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നോട്ടവും എൻ ജീവിതം മാറ്റിടും, ഒരു വാക്കും ഒരു നോട്ടവും എൻ ജീവിതം മാറ്റിടും. യേശുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു അത്ഭുതമാകും. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു അത്ഭുതമാകും. ഈശോയെ വിശ്വസിക്കുന്നു കർത്താവെ, അങ്ങ് കൂടെയുള്ളപ്പോൾ ഞാൻ ഒരു അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ആ ഒരു രീതിയിലേക്ക് ഉയർന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ, ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ എന്നെ തേടി വന്ന ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. എന്നെ തേടി വന്ന ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നേ. ഈശോയേ നന്ദി. തൻ ജീവൻ തൻ രക്തം എനിക്കായി തന്നല്ലോ, തൻ ജീവൻ തൻ രക്തം എനിക്കായി തന്നല്ലോ. എന്നെ സ്വന്തമാക്കിയതിനാൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നേ. ഈശോയേ നന്ദി. എന്നെ സ്വന്തമാക്കിയതിനാൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. ഒരു വാക്കും ഒരു നോട്ടവും എൻ ജീവിതം മാറ്റിടും, ഒരു വാക്കും ഒരു നോട്ടവും എൻ ജീവിതം മാറ്റിടും. യേശുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു അത്ഭുതമാകും. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു അത്ഭുതമാകും. ഈശോയെ ഏറ്റു പറയുന്നു. യേശുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു അത്ഭുതമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു അത്ഭുതമാകും. ഈശോയെ നന്ദി. ഞാനൊരു അത്ഭുതമാകും. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് കൂടെ ആയിരുന്നുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ ഒരു അത്ഭുതമായി ജീവിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ഒരു വാക്ക് മതി കർത്താവേ, ഞങ്ങൾ അങ്ങയോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് അങ്ങയുടെ കൃപയിൽ ഉറച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് കർത്താവേ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയിലൂടെ അവളുടെ ജീവിതത്തിലൂടെ കർത്താവേ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയേ നന്ദി, യേശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് കർത്താവ് നമ്മോട് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ ഈ ബോധ്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. അതിനനുസരിച്ച് ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കർത്താവിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെട്ട് കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത് മുന്നിട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മുടെ വിശ്വാസ യാത്രയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ
priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.